ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കസ്റ്റമൈസ്ഡ് ടോട്ട് ബാഗാണ്. ഒരു ന്യൂ ബോൺ ബേബിയുടെ അമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. അനയ എന്നാണ് ബേബിയുടെ പേര്. ഞാനത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർഫ്ലൈയും അതിനോട് ചേർന്ന് കുറച്ച് പൂക്കളും ബ്രാഞ്ചസും ലീവ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കസ്റ്റമർ പറഞ്ഞ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈക്ക് ആദ്യം ഞാൻ കൊടുക്കുന്നത് ബേസ് കോട്ട് അതിൻ്റെ ബോഡി ഫുൾ സ്കൈ ബ്ലൂ അക്രിലിക് പെയിൻ്റാണ്. നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സ്കൈ ബ്ലൂ എടുത്തേക്കുന്നത്. അത് ഞാൻ നമ്മുടെ ക്യാമലിൻ്റെ 040 സൈസിലുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈയുടെ ബോഡി മൊത്തത്തിൽ ചെയ്യുന്നത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ടോട്ട് ബാഗാണ്. അപ്പോൾ ഈ ടോട്ട് ബാഗിലേക്ക് നമ്മൾ ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിലോട്ട് ആകുന്നുണ്ടോ, സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയൊന്നും ആയിട്ടില്ല. ഞാനിതിനൊരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അൾട്രാമറൈൻ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഷെയ്ഡിന് ആദ്യം ചെയ്യേണ്ടത് ഈ ബോഡിയുടെ ഔട്ട്ലൈനായിട്ട് ആദ്യം അൾട്രാമറൈൻ ബ്ലൂ നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് 0 സൈസിലുള്ള ക്യാമലിൻ്റെ തന്നെ പോയിൻ്റ് ബ്രഷാണ്. അപ്പോൾ ഈ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഔട്ട്ലൈൻ കൊടുക്കുകയാണേ. ഔട്ട്ലൈൻ ചെയ്തതുപോലെ നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷെയ്ഡ് ആയതുകൊണ്ട് താഴോട്ട് എനിക്ക് ഡ്രാഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഫ്ലാറ്റ് ബ്രഷ്, സെയിം ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഔട്ട്ലൈനെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, വളരെ സൂക്ഷിച്ച് വേണം സ്പ്രെഡ് ചെയ്തെടുക്കേണ്ടത്, പുറത്തേക്ക് ആകാൻ പാടില്ല. ഇനി ഇതിനെ താഴോട്ട് ഡ്രാഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെയാണ് ഷെയ്ഡ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്ലൂ എടുക്കുക, അൾട്രാമറൈൻ ബ്ലൂ എടുക്കുക. ബ്ലൂ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് നല്ല രീതിക്ക് വരുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ബേബി ഗേൾ ആയതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല ഷെയ്ഡിൽ നമ്മൾ അൾട്രാമറൈൻ ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ചേർത്തിട്ട് ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി അതിൻ്റെ ചിറകുകളൊക്കെ വൃത്തിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ചിറകിന് രണ്ടിനും നടുക്കായിട്ടാണ്. ഇവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അതിന് നടുക്കുള്ള ആ ഒരു ജീവിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതുവരെയാണ് അതിൻ്റെ ഒരു നീളം. പിന്നെ 2 കൊമ്പുകളുണ്ടല്ലോ, അതും അതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബ്ലാക്കാണ്. അതും നമ്മുടെ 0 പോയിൻ്റ് ബ്രഷ് തന്നെയാണ്, ക്യാമലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ തിന്നായിട്ട് അത് വരച്ചെടുക്കണം. അതിൻ്റെ കൊമ്പുകളൊക്കെ വരച്ചെടുക്കണം. വരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ആ ഒരു വരയ്ക്കുമ്പോൾ തന്നെ ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല. കാരണം ഇതൊരു ടോട്ട് ബാഗാണ്. ക്യാൻവാസോ അതുപോലെ തന്നെ സാധാരണ തുണിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1-2 റിപ്പീറ്റേഷനിൽ ഇത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് ബട്ടർഫ്ലൈ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് അതിൻ്റെ പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെൻസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അൾട്രാമറൈൻ ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ചേർത്ത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് ഫ്ലവേഴ്സിൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഫ്ലവേഴ്സിന് 3 ഇതളുകളാണ് ഞാനിപ്പോൾ തൽക്കാലം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലവറെല്ലാം ഫിനിഷ് ചെയ്ത് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് അവിടെ എവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തു. ഇനി ഈ ഫ്ലവേഴ്സിനോട് ചേർന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് വരച്ചെടുക്കണം. ബ്രാഞ്ചസ് വരയ്ക്കാനും ഞാൻ ഈ പോയിൻ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കൊണ്ട് തന്നെയാണ് വരച്ചെടുക്കുന്നത്. അതും ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്ത് മാത്രം വരച്ചാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ആദ്യമേ തന്നെ വരച്ചു എന്ന് വെച്ചാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. ബിക്കോസ് ഇതൊരു ടോട്ട് ബാഗാണ്. അങ്ങനെ ഈ ബ്രാഞ്ചസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ലീവ്സും കൂടി ചെയ്യാനായിട്ടുണ്ട്. അത് ഗ്രീൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് വരച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ലീവ്സൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ഗ്രീൻ കളറിൽ ലീവ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ റെഡിയായിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ടോട്ട് ബാഗിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വരച്ചേക്കുന്നത്. 2 പോക്കറ്റുകളുള്ള ഒരു ടോട്ട് ബാഗാണ് ഫ്രണ്ടിൽ. അപ്പോൾ കുഞ്ഞിൻ്റെ പേരാണ് ഈ ബാഗിൽ കൊടുത്തേക്കുന്നത്. അനയ എന്നാണ് പേര്. ഈ പേര് എഴുതാൻ ഞാൻ യൂസ് ചെയ്തത് അക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെ ട്യൂബ് നമുക്ക് കിട്ടും. ആ ഒരു ട്യൂബ് വെച്ചിട്ടാണ് ഞാൻ ഈ പേര് എഴുതിയത്. അങ്ങനെ ഞാൻ ഈ ഒരു ടോട്ട് ബാഗ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.